guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കുവാൻ പോകുന്നു. ഇത് നിങ്ങളെ ഒരുപാട് അതിശയിപ്പിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനം എന്താണ്? അത് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സന്തോഷകരമായ മാറ്റം, സന്തോഷകരമായ തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഇപ്പോൾ ഏതൊരു ചിന്താഗതിയിലാണ് അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. അതായത് ഈ പേഴ്സൺ വേറെ പല കാര്യങ്ങളിലേക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ വ്യക്തി വേറെ പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫോക്കസ്. അതായത് ഈ പേഴ്സൺ മറ്റു പല കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു ഇമ്മെച്യൂരിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇമ്മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പക്വതയില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ആ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാര്യത്തിലാണ് പ്രാധാന്യം നൽകേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സത്യമായ കാര്യം, നിങ്ങളുടെ പ്രണയമാണ് സത്യം, നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, നിങ്ങളാണ് ശരി എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് വളരെ പ്രധാനമായും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, ലീഡർഷിപ്പ് ആണ്. അതായത് പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് കൃത്യമായിട്ടുള്ള ഒരു പക്വതയോടുകൂടി കൺട്രോൾ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ പേഴ്സണും നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ഈ വ്യക്തി പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു മേധാവിത്യം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൺട്രോൾ ചെയ്യാനും ആ ഒരു കാര്യത്തിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു പവർ നമ്മുടെ കയ്യിൽ കിട്ടും. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ വ്യക്തിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങളുടെ ഈ വ്യക്തിയിലേക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതല്ല. ഈ വ്യക്തി കുറെ കാലം മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമായി വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ വ്യക്തിക്ക് ലഭിക്കുന്നതോടുകൂടി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സന്തോഷകരമായ തീരുമാനങ്ങൾ കൊണ്ടുവരാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഈ വ്യക്തിയിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ അതിലൂടെ ഇവിടെ ഒരു ബാലൻസ് ആൻഡ് സെറിമണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബാലൻസ് പലപ്പോഴും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ബാലൻസ് എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബാലൻസ് പല സാഹചര്യങ്ങൾ കൊണ്ടും യാതൊരു തരത്തിലും എന്താ പറയാ അവിടെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരാൻ പോകുന്ന ആ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ആണ്. അത് ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് ആ ബാലൻസ് കിട്ടുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല ഹാപ്പി ഫാമിലി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് കഷ്ടകാലമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹാപ്പി ഫാമിലിയാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിസെപ്ഷൻ ആണ്. നമ്മൾ പറയും ബാക്ക് സ്റ്റാബിങ് എന്ന് പറയും, പിന്നിൽ നിന്നും കുത്തുക എന്ന് പറയും. അതായത് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ കഴുത്ത് അറക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളത്. കാരണം ഇവിടെ പല വിധത്തിലും നിങ്ങൾ രണ്ടുപേരും നന്നായി തന്നെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പലതരത്തിലുള്ള ശത്രുക്കൾ വന്നുകൊണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക, അനാവശ്യം പറഞ്ഞുണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ്, മറ്റുള്ളവർ പറയുന്നത് കള്ളമായിട്ടുള്ള കാര്യമാണ്, അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, നമ്മളെ രണ്ടുപേരെയും തകർക്കാനാണ് അവരുടെ ശ്രമം എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിലെങ്കിലും വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ചിരിച്ചുകൊണ്ട് പറ്റിക്കുന്ന ചില വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നല്ല രീതിയിൽ നമ്മളെ പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, വിശ്വാസക്കുറവുകൾ ഉണ്ടാക്കിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയും കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആരൊക്കെയാണോ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്, അതായത് നിങ്ങളും ഈ
വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരാരാണ് എന്ന് തിരിച്ചറിയുന്ന ചില സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി കയ്യോടെ പിടികൂടുന്ന അല്ലെങ്കിൽ കയ്യോടെ പൊക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, സ്പിരിച്വൽ പരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ആത്മീയപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലായിരിക്കാം. അപ്പൊ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് പറയുമ്പോൾ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ, വീട്, കാറ്, പണം, നേട്ടങ്ങള്, പദവി, ഉയർച്ച, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മെറ്റീരിയലിസ്റ്റിക്, അതായത് നമ്മുടെ അത് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ, അതിലേക്ക് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ വ്യക്തിക്ക് പല മാറ്റങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ചാനൽ കുറേ നാളായിട്ട് കാണുന്നവരായിരിക്കാം, സ്ഥിരം പ്രേക്ഷകരായിരിക്കാം. നിങ്ങൾ വളരെയധികം ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭൗതിക സുഖങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആത്മീയപരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് പല തിരിച്ചടികളും പല വഴികളിലൂടെ അല്ലെങ്കിൽ പല തിരിച്ചറിവുകളിലൂടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആത്മീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവേക്കനിങ് പ്രോസസ്സാണ് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ വ്യക്തിയിൽ കണ്ടു തുടങ്ങാൻ സാധിക്കും. അത് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങളുടെ വ്യക്തിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വൈഡ് ഓപ്പൺ ആണ്. അതായത് ഈ വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഈ വ്യക്തി ചെയ്തു വെച്ചിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങൾ, അതെന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനും നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അതിലൂടെ ഈ റിലേഷൻഷിപ്പ് എന്തിലേക്കാണ് പോകുന്നത്? നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി ഒരു ശക്തി കൂടുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് മാറാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ചകളോ അല്ലെങ്കിൽ വാക്ക് തർക്കമോ വിശ്വാസമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടെ അടുക്കുന്ന, കുറച്ചും കൂടി ഒരു ശക്തമായിട്ടുള്ള എനർജിയിലേക്ക് വരുന്ന ഒരു ലെവലിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷം, റിയൂണിയൻ, പെർഫെക്റ്റ് റിയൂണിയൻ ആണ്. ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും റിയൂണിയൻ കളിച്ചതുപോലെയല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിയൂണിയൻ ആയിരിക്കും. മനസ്സ് തുറന്നുള്ള സംസാരമായിരിക്കും. അതിൽ ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ അറിയാൻ ഇടവരും. നിങ്ങളെ അതിശയിപ്പിക്കുന്ന സത്യങ്ങൾ വരെ ഉണ്ടാകും. അതിൽ പലതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നിങ്ങളുടെ കൺമുന്നിൽ വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കും. എല്ലാത്തിനുപരി നിങ്ങളുടെ ഈ ഒരു ബന്ധം കുറച്ചും കൂടി ശക്തിപ്പെടുകയും ചെയ്യും. ഈ ഒരു ലെവലിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.